നമുക്കൊക്കെ വലിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയ ഒരു കഥാഗോളമുണ്ട്. അതാണ് വാമനാവതാരം. നമ്മളൊക്കെ ഓണം ആഘോഷിക്കുമ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ആക്കുന്ന ഒന്നാണ് ഇത്. ഓണത്തിന് ആരെയാണ് വരവേൽക്കുന്നത് എന്നുള്ള ഒരു സംശയം നമുക്ക് എല്ലാവർക്കും ഉണ്ട്, ഇല്ലേ? ഓണത്തിന് ആരെയാ വരവേൽക്കുന്നത്? മഹാബലിയെ. ഇവിടെയാണ് നമുക്ക് പറ്റിയ അബദ്ധം. മഹാബലി കേരളം ഭരിച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെങ്ങനെയാ മഹാബലിയെ കേരളത്തിൽ വരവേൽക്കുന്നത്? മഹാബലിയും കേരളവുമായിട്ട് എന്തെങ്കിലും ബന്ധം? ഒന്നുമില്ല. പിന്നെ എന്താണ് ഇവിടെ സംഭവം? മഹാബലിയുടെ യഥാർത്ഥ പേര് എന്താണെന്നറിയാമോ? ഇല്ല. മഹാബലിയുടെ യഥാർത്ഥ പേര് ഇന്ദ്രസേനൻ എന്നാണ്. പ്രഹ്ലാദന്റെ പൗത്രനാണ് അദ്ദേഹം. ഭഗവാന്റെ പരമഭക്തനായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ ആസുരീ ഭാവം കുറച്ച് കൂടിക്കഴിഞ്ഞപ്പോ അദ്ദേഹം ത്രൈലോക്യങ്ങളും മടക്കിവാണ്. അപ്പൊ അതിഥി ദേവിക്ക് സങ്കടമുണ്ടായി. തന്റെ പുത്രൻ ദേവസഭയിൽ നിന്ന് നിഷ്കാസിതനായപ്പോ, ഒരു പുത്രന്റെ അധപ്പതനം ഉണ്ടായാൽ ഏതൊരു വിധത്തിലാണ് ഒരു മാതാവിന് സങ്കടമുണ്ടാവുന്നത്, അതേപോലെ അതിഥി മാതാവിനും ആ ഒരു സങ്കടമുണ്ടായി. അങ്ങനെ കശ്യപ ഋഷിയോട് തന്റെ സങ്കടം ഉണർത്തിച്ചു. ഈ ഇന്ദ്രസേനനെ വെല്ലാൻ കഴിയുന്ന ഒരു പുത്രൻ, അതോടൊപ്പം തന്റെ പുത്രനായിരിക്കുന്ന ഇന്ദ്രന് ആ ദേവലോകം തിരിച്ചു കിട്ടുകയും വേണം. അതിനുവേണ്ടി എന്തെങ്കിലും ഉപാധി വേണം. അതിന് തക്കതായ ഒരു പുത്രൻ ഉണ്ടാവണം എന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു. അദ്ദേഹം അതിഗംഭീരമായ ഒരു വ്രതത്തെ അനുഷ്ഠിക്കാൻ പറഞ്ഞു. ഒരു വ്യാഴവട്ടക്കാലത്തോളം ആ വ്രതം അനുഷ്ഠിച്ചു. പയോവ്രതം 4 മാത്രമേ കഴിക്കാവൂ. അത് ഒരു നേരമായോണ്ട് 3-5 ലിറ്റർ കുടിക്കാം എന്ന് വിചാരിക്കണ്ട. ഒരു തുടം പാല് ഒരു നേരം. അതേപോലെ പകല് ചെയ്തതാണ്